ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് ജിലേബി തയ്യാറാക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ജിലേബിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. മാക്സിമം ഒരു മണിക്കൂർ കുതിർത്താൽ മതി. പിന്നെ പഞ്ചസാര പാനിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര വേണം. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളം വേണം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര് വേണം. നാരങ്ങാനീര് നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര പാനി തയ്യാറാക്കി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ തരി വരാൻ തുടങ്ങും, അതായത് ക്രിസ്റ്റൽസ് വരാൻ തുടങ്ങും. നാരങ്ങാനീര് ചേർത്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇത് 1 ടീസ്പൂണാണ്. പിന്നെ 3 ഏലക്ക വേണം. ഏലക്ക എല്ലാവരും ചേർക്കാറില്ല, പക്ഷെ എനിക്ക് പഞ്ചസാര പാനിയിൽ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് റോസ് വാട്ടർ എസൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഏലക്കയും കൂടി ചേർക്കുന്ന കാരണം ഇതൊരു 2-3 ഡ്രോപ്പേ ചേർക്കത്തുള്ളൂ. നിങ്ങൾ ഏലക്ക ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ എസൻസ് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാം. ഫ്ലേവർ എത്ര വേണമെന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഇത്ര എമൗണ്ട് ചേർക്കണം എന്നൊന്നും നിർബന്ധമില്ല. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. ഫുഡ് കളർ സാധാരണ നമ്മൾ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ജിലേബിക്ക് ചെറിയൊരു ഓറഞ്ച് കളറാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഓറഞ്ച് കളറില്ല, യെല്ലോയും റെഡും ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡാണ് ചേർക്കാൻ പോണേ. യെല്ലോ കളർ വേണേലും നിങ്ങൾക്ക് ചേർക്കാം. അതും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതായതുകൊണ്ട് കളറൊന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്കിത് തയ്യാറാക്കാം. ആദ്യം ഞാൻ ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഉഴുന്ന് ചേർക്കാൻ പോവാണ്. ഉഴുന്ന് അരയ്ക്കുന്നത് ഒട്ടും വെള്ളം ഇല്ലാതെ അരയ്ക്കണം. അതായത് നല്ല കട്ടിക്ക് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കവറിലിട്ടിട്ട് എണ്ണയിൽ ഇത് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിക്ക് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ പോവാണ്. കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. ആദ്യം വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്കൊന്ന് അരച്ചു നോക്കാം. അപ്പോൾ അരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതൊന്ന് അരച്ച് നോക്കി. കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വെള്ളമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് വേണം മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് അരച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കട്ടിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇത്ര കട്ടിക്ക് എടുക്കണം. നമുക്ക് കൈവച്ചിങ്ങനെ എടുക്കുമ്പോൾ താഴോട്ട് വീണ് പോകരുത്, അത്രയ്ക്ക് കട്ടിയായിരിക്കണം. അതുപോലെ തന്നെ നല്ല സ്മൂത്തും ആയിരിക്കണം മാവ്, ഒട്ടും തരിയൊന്നും പാടില്ല. ഈ മാവ് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജിലേബി തയ്യാറാക്കണം. ഒത്തിരി സമയം ഇത് മാറ്റി വെക്കണ്ട. ഇനി ഇതിനകത്തേക്ക് ഫുഡ് കളർ ചേർത്തിട്ട് നമുക്കിത് പൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിനകത്തേക്ക് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഓറഞ്ച് ഫുഡ് കളർ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കളറിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ചിലർ പഞ്ചസാര പാനിയിലാണ് ഈ ഫുഡ് കളർ ചേർക്കാറുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ ഈ മാവിലോട്ടാണ് ചേർത്തത്. പാനിയിലാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഉഴുന്നരച്ചതിലോട്ട് ഫുഡ് കളർ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി പൈപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ജിലേബിയുടെ ഷേപ്പിൽ. അതിനു മുമ്പ് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം. അത് തയ്യാറാക്കി വെച്ചതിന് ശേഷം ഈ ജിലേബി ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ മതി. പാനി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളവും ചേർക്കാം. 3 ഏലക്ക ചേർക്കാം. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കയ്യിലൊട്ടുന്ന ഒരു പരുവാവും. അതാണ് നമുക്ക് വേണ്ടത്. നൂൽ പരുവം ആവാൻ പാടില്ല, അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജ് ആയിരിക്കണം. എന്നാൽ ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്, നല്ല സ്റ്റിക്കി തന്നെ ആയിരിക്കണം. ഈ പഞ്ചസാര പാനി ശരിക്കും ഈ കയ്യിലൊട്ടുന്ന പരുവത്തിന് മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജിലേബി ഫ്രൈ ചെയ്ത് നമ്മൾ അതിനകത്ത് ഇടുമ്പോൾ പെട്ടെന്ന് അത് കുതിർന്നു പോകും. നമ്മൾ സാധാരണ വെള്ളത്തിലോട്ട് ഇടുന്ന പോലെ ആയിപ്പോവും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പഞ്ചസാര പാനി എപ്പോഴും കയ്യിൽ ഒട്ടുന്ന പരുവായിരിക്കണം. അപ്പം അതുവരെ നമുക്കിത് തിളപ്പിക്കാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകി നല്ല കയ്യിൽ ഒട്ടുന്ന പരുവമായിട്ടുണ്ട്. ഇത് മതിയാവും. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ നാരങ്ങാനീര് ചേർക്കുവാണ്. 1 ടീസ്പൂൺ നാരങ്ങാനീരാണ്. നാരങ്ങാനീരിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ജിലേബിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിരസമുണ്ട്. അപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാരങ്ങാനീരൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തത്. ഇനി ഇതിനകത്തേക്ക് റോസ് വാട്ടർ എസൻസ് ആണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെ കുറച്ചേ ചേർക്കത്തുള്ളൂ റോസ് വാട്ടർ എസൻസ്. ഞാൻ ഏലക്കയും കൂടി ചേർത്തിരിക്കുന്ന കാരണം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചേർത്താൽ മതി. റോസ് വാട്ടർ എസൻസ് മാത്രം വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ജിലേബി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ജിലേബി ഫ്രൈ ചെയ്ത് ഈ പഞ്ചസാര പാനിയിൽ ഇടുന്ന സമയത്ത് ഇതിന് ചെറിയ ചൂടുണ്ടായിരിക്കണം. പഞ്ചസാര പാനി ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ജിലേബി ഫ്രൈ ചെയ്യാം. ഇത് പൈപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സിപ്പ് ലോക്ക് ബാഗാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തുണി വേണേലും ഉപയോഗിക്കാം. അതായത് നല്ല കട്ടിയുള്ളൊരു തുണി എടുത്താൽ മതി. ഞാൻ കാണിക്കാതെ ഇതുപോലെ ഒരു സ്ക്വയറായിട്ടുള്ളൊരു തുണി എടുക്കുക. അതിന് ശേഷം കുറച്ച് കട്ടിയുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ ഇടണം, ചെറിയൊരു ഹോൾ ഇടണം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ മാവ് ഈ തുണിക്കകത്ത് വെച്ച് 4 സൈഡും ഇതുപോലെ പിടിച്ചിട്ട് പൈപ്പ് ചെയ്തെടുത്താൽ മതി. ബേക്കറികളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനിന്നിപ്പോൾ സിപ്പ് ലോക്ക് ബാഗാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ പ്ലാസ്റ്റിക് കവർ ആയാലും മതി, കുറച്ച് കട്ടി ഉണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ മാവ് ഫില്ല് ചെയ്തെടുക്കാം. ഒരു ബൗളിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ സിപ്പ് ലോക്ക് ബാഗിൽ ഹോൾ ഇട്ടിട്ടില്ല. മാവ് ഫില്ല് ചെയ്തതിന് ശേഷം ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ മാവ് ഫില്ല് ചെയ്ത് വെച്ചു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാം. കുറച്ച് പരന്ന ഒരു പാൻ എടുക്കുക. അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എണ്ണയുടെ അളവാണ്. ഒത്തിരി എണ്ണ ഒഴിക്കരുത്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ ആദ്യമൊക്കെ തയ്യാറാക്കുമ്പോൾ നിറയെ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് പൈപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് ശരിയാവത്തില്ല. കാരണം നല്ലോണം അത് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ പൈപ്പ് ചെയ്ത് ആ ഒരു ഷേപ്പിന് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര എണ്ണയെ ഒഴിക്കാവുള്ളൂ. നമ്മളിത് പൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ മാവ് പാനിൻ്റെ താഴെ തട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തത് പൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എണ്ണയുടെ ചൂടാണ്. ചൂട് ഒത്തിരി കൂടിപ്പോകരുത്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ എണ്ണയ്ക്ക് ചൂടൊന്ന് കുറയുമല്ലോ, ആ സമയത്തെ പൈപ്പ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ നല്ല ചൂടോടുകൂടി പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 1-2 റൗണ്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് മുകളിലോട്ട് പൊങ്ങി വരും. എണ്ണയുടെ മുകളിൽ പിന്നെ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ബാക്കി പൈപ്പ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് എണ്ണയുടെ ചൂട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എണ്ണയുടെ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം പൈപ്പ് ചെയ്ത് തുടങ്ങാം. ഈ എണ്ണ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് ജിലേബി പൈപ്പ് ചെയ്യാം. ലോക്ക് ബാഗിൽ നമ്മൾ നിറച്ച് വെച്ചതാണ്. അതിനകത്ത് ഞാൻ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ വിട്ടുപോയി. ചെറിയ ഹോൾ ഇട്ടാൽ മതി. വലിയ ഹോളായി പോയി കഴിഞ്ഞാൽ ഒത്തിരി മാവ് വരും. ഇതിൻ്റെ ഷേപ്പ് ഒന്നും പ്രശ്നമില്ല, നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതല്ലേ. എനിക്ക് കറക്റ്റ് ഷേപ്പിനൊന്നും പൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ പൈപ്പ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് പാനിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് അടുത്തത് പൈപ്പ് ചെയ്യാം. നമ്മൾ പൈപ്പ് ചെയ്ത ഉടനെ തന്നെ അത് സ്പൂൺ വെച്ച് മാറ്റുമൊന്നും ചെയ്യരുത്. അപ്പോൾ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ചെറുതായി ഒന്ന് താഴെ ഫ്രൈ ആയതിന് ശേഷം എൻ്റെ സൈഡിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ ഈ ജിലേബി ഒത്തിരി ഫ്രൈ ആവരുത്, ഒത്തിരി ക്രിസ്പി ആയി പോവരുത്. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്കിത് ഷുഗർ സിറപ്പിലോട്ട് ഇടണം. ഒത്തിരി ക്രിസ്പി ആയി പോയി കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് ഉള്ളിലോട്ട് പിടിക്കത്തില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് പൈപ്പ് ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് അടുത്ത സൈഡും ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ അടുത്തത് പൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം പൈപ്പ് ചെയ്തത് നമുക്കൊന്ന് തിരിച്ചിടാം.
കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ചൂടോടുകൂടി തന്നെ എടുത്ത് നമുക്ക് പഞ്ചസാര പാനിയിലിടണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ആ ഫ്രൈ ചെയ്തത് ഞാൻ ഉടനെ തന്നെ പഞ്ചസാര പാനിയിലോട്ട് ഇട്ടിട്ട് അപ്പോൾ തന്നെ ഇതൊന്ന് പാനിയിൽ താഴ്ത്തി വെക്കണം. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നോട്ടെ. അതിന് ശേഷം നമുക്കിത് പാനിയിൽ നിന്ന് മാറ്റിയാൽ മതി. ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. അപ്പോൾ ഞാൻ ആദ്യം തയ്യാറാക്കിയ ജിലേബിയാണ്. അത് പാനിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കുക. 2-3 മിനിറ്റ് ഞാൻ ഇട്ട് വെച്ചതാണ്. ഇതുപോലെ തന്നെ ബാക്കി ജിലേബിയും ഫ്രൈ ചെയ്ത് പഞ്ചസാര പാനിയിൽ മുക്കി ഒരു 2-3 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ജിലേബി എല്ലാം റെഡിയാണ്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതായതുകൊണ്ട് ഷേപ്പ് ഒന്നും പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഫ്ലേവറും കളറും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.